ഹായ് എല്ലാവർക്കും ന്യൂമിസ്മാറ്റിക്സിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ എസ് ജഗന്നാഥൻ സിഗ്നേച്ചർ ചെയ്ത, അതായത് നമ്മുടെ ഗവർണറായിരുന്ന എസ് ജഗന്നാഥൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത 5 രൂപ ട്രാക്ടർ ഇഷ്യൂ നോട്ടിൻ്റെ വാല്യൂം ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള 5 രൂപ നോട്ടാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ആ ഒരു 5 രൂപ നോട്ടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാവുന്ന 5 രൂപ നോട്ട് ഈ ഒരു നോട്ടാണ്. എസ് ജഗന്നാഥൻ, നമ്മുടെ ഗവർണറായിരുന്ന എസ് ജഗന്നാഥൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ട് ഇപ്പോൾ മാർക്കറ്റിൽ അത്യാവശ്യം നല്ലൊരു പ്രൈസിൽ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. ഇപ്പോൾ മാർക്കറ്റിൽ ഏകദേശം നമുക്കൊരു 50 രൂപ മുതൽ 75 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. അപ്പോൾ ഈ ഒരു നോട്ടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എനിക്ക് ഫോട്ടോസ്, അതായത് വാട്സപ്പിൽ ഫോട്ടോസ് അയക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നോട്ട് നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിലെ സ്റ്റാൻഡേർഡ് ബാങ്ക് നോട്ടായ 5 രൂപ ട്രാക്ടർ ഇഷ്യൂ നോട്ടാണ്. ഈ ഒരു നോട്ട് ഞാനിപ്പോൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു നോട്ട് എസ് ജഗന്നാഥൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത നോട്ടാണ്. ഈ ഒരു നോട്ടിൽ ഒരുപാട് ഡിഫറൻറ്റ് സിഗ്നേച്ചർ വരുന്നുണ്ട്. അപ്പോൾ പലതിനും പല വിലയാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ വരുന്നത് 5 രൂപയാണ്. ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്ന പേപ്പർ മെറ്റൽ ഉപയോഗിച്ചാണ് ഈ ഒരു നോട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നോട്ടിൻ്റെ സൈസ് വരുന്നത് 117x63 ആണ്. ഈ ഒരു നോട്ടിൻ്റെ ഷേപ്പ് വരുന്ന റെക്ടാങ്കുലർ ഷേപ്പാണ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുവശം വരുന്ന ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 5 രൂപ നോട്ടിൻ്റെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മുൻഭാഗത്തായിട്ട് തന്നെ ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്ററും അതിന് താഴെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ ഗ്യാരണ്ടി ബൈ ദ സെൻട്രൽ ഗവൺമെൻറ് എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. സെൻറ്ററായിട്ട് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ 5 രൂപയാണ്. അപ്പോൾ 5 എന്ന അക്ക ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെ ഐ പ്രോമിസ് ടു പേ ദ സം ഓഫ് 5 rupees എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന വാട്ടർമാർക്കാണ്. അപ്പോൾ വാട്ടർമാർക്ക് വരുന്ന അശ്വസ്തംഭമാണ്. നമുക്ക് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. അശ്വസ്തംഭത്തിന് മേളിലായിട്ട് 5 രൂപ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട്, അതായത് ഈ ഒരു അശ്വസ്തംഭത്തിന് താഴെയായിട്ട് നമുക്ക് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ RBIയുടെ ആ ഒരു സിമ്പിൾ എംബ്ലം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 5 എന്നുള്ളൊരു അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. പിന്നെ വരുന്ന റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡ് കോർണറായിട്ട് നമുക്ക് 5 എന്നുള്ളൊരാക്കും. അതിന് താഴെയിട്ട് 13 ഡിഫറെൻറ്റ് ലാംഗ്വേജസിൽ ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ 5 രൂപയാണ്. അപ്പോൾ അതിവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും 13 ഡിഫറെൻറ്റ് ലാംഗ്വേജസിലായിട്ട്. അതിനോട് ചേർന്നതിന് നമ്മുടെ അശ്വസ്തംഭത്തിൻ്റെ ആ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയിട്ട് നമ്മുടെ ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു നോട്ടിൻ്റെ സീരിയൽ നമ്പർ വരുന്ന 57A186888 എന്നുള്ളൊരു സീരിയൽ നമ്പറാണ് ഈ ഒരു നോട്ടിന് വരുന്നത്. ഭാഗത്തായിട്ട് നമ്മുടെ ഗവർണർ എസ് ജഗന്നാഥൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിന്ദി ലെറ്റേഴ്സിലും ഇംഗ്ലീഷ് ലെറ്റേഴ്സിലും സിഗ്നേച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു 5 രൂപ നോട്ടിൻ്റെ പുറകുവശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 5 രൂപ നോട്ടിൻ്റെ പുറകുവശം ഈ ഒരു ഭാഗമാണ്. നോട്ടിൻ്റെ പുറകുവശം നമുക്ക് സെൻറ്ററായിട്ട് തന്നെ ഒരു കർഷകൻ ട്രാക്ടർ ഒഴുകുന്ന ഒരു പിക്ചർ ഇവിടെ സെൻറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഭാരതീയ റിസർവ് ബാങ്ക് എന്നുള്ള ഹിന്ദി ലെറ്ററും അതിന് താഴെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ഫ്ലോറൽ ഡിസൈനിൽ 5 എന്നുള്ളൊരക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഏറ്റവും താഴെ ഈ ഒരു ഭാഗത്തായിട്ട് 5 rupees എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് 5 രൂപ എന്നുള്ള ഹിന്ദി ലെറ്ററും ഈ ഒരു ഭാഗത്തായിട്ട് വാട്ടർമാർക്കാണ് വരുന്നത്. വാട്ടർമാർക്കും കൊടുത്തിട്ടുണ്ടായിരിക്കും. കോർണറായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് 5 എന്നുള്ളൊരക്കം കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നോട്ടിൻ്റെ മുൻവശം പുറകുവശം എന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നോട്ടിൻ്റെ വാല്യൂ നോക്കാം. അപ്പോൾ നമ്മുടെ ഗവർണറായിരുന്ന എസ് ജഗന്നാഥൻ അദ്ദേഹം സിഗ്നേച്ചർ ചെയ്ത ഈ ഒരു 5 രൂപ നോട്ടിന് ഇപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു പ്രൈസ് തന്നെ, ഏകദേശം ഒരു നോട്ടിന് 50 രൂപ മുതൽ 70 രൂപ വരെ മാർക്കറ്റ് വാല്യൂ ലഭിക്കുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള നോട്ടാണ്. സ്കാർസ് കാറ്റഗറി വരുന്ന നോട്ടാണ്. അപ്പോൾ നിങ്ങളുടെ കൈവശമുള്ള ഈ ഒരു 5 രൂപ നോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു 5 രൂപ നോട്ടൊക്കെ നിങ്ങൾക്ക് ലോട്ടായിട്ട് മേടിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. എൻ്റെ കളക്ഷനിലേക്ക് ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഏകദേശം ഒരു 10ഓളം നോട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 10 നോട്ടുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൈവശമെല്ലാം ഈ ഒരു 5 രൂപ നോട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു 5 രൂപ നോട്ടൊക്കെ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.